വളരെ രസകരമായിട്ടൊരു സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം. ഉമാ സാറിൻ്റെ ബുക്കിലുള്ള ഒരു സ്റ്റോറിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്നി സ്മിത്ത് എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുലപതി ഉണ്ട്. എന്ന് വെച്ചാൽ ഫോറൻസിക് മെഡിസിനിലെ ഏറ്റവും വിദഗ്ധനായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മോസ്റ്റ്ലി മർഡർ എന്ന് പറയുന്നൊരു ബുക്കുണ്ട്, ഒരു കഥാസമാഹാരം. അതിലൊരു പാർട്ടുണ്ട് 3 സ്മോൾ ബോൺസ് എന്ന് പറഞ്ഞുകൊണ്ട്. സോ ഇദ്ദേഹം എന്ന് പറയുന്നത് ഡോക്ടർ സ്മിത്ത് എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയ ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഈജിപ്തിൽ മെഡിക്കൽ ലീഗൽ കൺസൾട്ടായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ പോലീസുകാർ ഒരു 3 ബോൺസ് ഇദ്ദേഹത്തിനോട് കൊടുത്തു. ഇതാണ് ആ 3 ബോൺസ് എന്ന് പറയുന്നത്. സോ ഈ കൊടുത്തിട്ട് പറഞ്ഞു ഇതിന് എന്തെങ്കിലും സംശയമുണ്ടോ, അങ്ങനെ എന്തെങ്കിലും എക്സ്പേർട്ട് ഒപ്പീനിയൻ ചോദിച്ച് സാറിൻ്റെ കൊടുത്തു. അപ്പം സാറിൻ്റെ അപ്പോൾ സാറ് നോക്കിയിട്ട് എല്ലും കഷ്ണങ്ങളൊക്കെ സൂക്ഷ്മമായി പരിശോധിച്ച ശേഷം സാർ ഇങ്ങനെ പറഞ്ഞു, ഇതൊരു സ്ത്രീയുടെ അസ്ഥികൂടമാണ്. അവർക്ക് 22 മുതൽ 24 വരെ വയസ്സ് പ്രായമുണ്ടായിരുന്നു. ഈ സ്ത്രീ ഒരു തവണയെങ്കിലും പ്രസവിച്ചിട്ടുണ്ടാവും. അവരുടെ ഇടത് കാൽ വലത് കാലിനേക്കാൾ ചെറുതായിരിക്കണം. അതുകൊണ്ട് അവൾക്ക് മുടന്തുണ്ടായിരിക്കണം. ശൈശവത്തിൽ എന്ന് വെച്ചാൽ ചെറിയ പ്രായത്തിൽ പോളിയോ രോഗം ബാധിച്ചത് കൊണ്ടായിരിക്കാം ഇപ്രകാരം മുടന്തുണ്ടായത്. മരിച്ചത് അടിവയറ്റിൽ വെടികൊണ്ടാണ്. പ്രതി ഈയ ഗുണ്ട നിറയ്ക്കുന്ന നാടൻ തോക്കുകളുണ്ടല്ലോ, അതുപയോഗിച്ചാണ് ഈ ഷൂട്ട് ചെയ്തേക്കുന്നത്. പ്രതി ഏകദേശം 3 വാര ദൂരെ യുവതിയുടെ ഇടതുമാറി ഇരുന്നു കൊണ്ടായിരിക്കണം വെടിവെച്ചിട്ടുള്ളത്. എന്നുവെച്ചാൽ പൊസിഷൻ പറഞ്ഞതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുള്ളറ്റിൻ്റെ ആ ഒരു എൻട്രി വെച്ചിട്ട് വെച്ചാൽ ഒരു പൊസിഷൻ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒരു എക്സാക്ട് ഒരു എവിടെ നിന്നാണ് വരുന്നതെന്ന് ഒരു അറിയാൻ പറ്റും. സോ വെടിയേറ്റ ഉടനെ അവൾ മരിച്ചിട്ടില്ല. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് വയറ്റിൽ പഴുപ്പ് നിറഞ്ഞാണ് മരിച്ചത്. സോ ഇങ്ങനെ ഈ പോലീസുകാരുടെ അടുത്ത് പറഞ്ഞു വിടും. അപ്പോൾ പോലീസുകാർ വിചാരിച്ച് ഇത് ചെറിയ 3 കഷണം ബോൺ, അവർ കിണർ വൃത്തിയാക്കുന്ന സമയത്ത് കിട്ടിയ ചെറിയ 3 കഷണം ബോണാണ്. അത് വെച്ചിട്ട് ഇയാൾ വലിയൊരു സ്റ്റോറി അങ്ങ് പറഞ്ഞു കൊടുത്തു ഈ ഡോക്ടർ. സോ അവർക്ക് അത്ര ഇൻസൾട്ട്, അവർ വിചാരിച്ചു ഇയാൾക്ക് എന്തോ ചുമ്മാ പറയുന്നതാണെന്നൊക്കെ രീതിയിൽ നിന്നു. അങ്ങനെ ഈ പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിണർ വൃത്തിയാക്കിയ സ്ഥലത്ത് അതിൻ്റെ അടുത്ത് ആരെങ്കിലും താമസിച്ചിട്ടുണ്ടോ, ഇങ്ങനെ ആരെങ്കിലും പെണ്ണുങ്ങൾ ഏതെങ്കിലും കുട്ടികൾ മിസ്സായിട്ടുണ്ടോ, ഏതെങ്കിലും ഇപ്പം ഈ ഇടയ്ക്കും പ്രസവിച്ച ശേഷം ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ, അങ്ങനെ ഒരുപാട് കാര്യം അന്വേഷിച്ചതിന് ശേഷമാണ് അറിയുന്നത് ഇതേ കണക്ക് ഒരു വൃദ്ധരായ ഒരാളും അദ്ദേഹത്തിൻ്റെ മോള് കല്യാണം കഴിച്ച് പക്ഷേ ചെറിയൊരു പ്രശ്നം കാരണം പിണങ്ങി അച്ഛനോട് താമസിക്കുകയാണ്. ഈ പുള്ളിക്കാരൻ കുറച്ച് തോക്കൊക്കെ കൈവശിക്കുന്ന ആളാണ്, ഒരു നായാട്ടുകാരനൊക്കെയാണ്. ഇപ്പോൾ കയ്യിൽ തോക്കൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് വന്നപ്പോഴാണ് അറിയുന്നത് ഈ ഈ തോക്ക് നിറയ്ക്കുന്നതിൻ്റെ സമയത്ത് അബദ്ധത്തിൽ ഇതിൻ്റെ വെടി ഷൂട്ട് ചെയ്യുകയും ഈ പെൺകുട്ടിയുടെ വയറ്റിൽ അത് കൊള്ളുകയും ചെയ്തു. പക്ഷേ ആ പെണ്ണ് അതിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പോലീസിൽ പറയാതെ ഇത് വെച്ചുകൊണ്ടിരുന്നു. എന്താ അങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായില്ല. അങ്ങനെ വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് അത് ഫുള്ള് പഴുത്ത്, അങ്ങനെ ട്രീറ്റ്മെൻറ്റിൻ്റെ ശരിയായി കൊടുക്കാത്തത് കൊണ്ട് അദ്ദേഹം പഴുത്ത് അത് മരിക്കുകയാണ് ചെയ്യുന്നത്. സോ മരിച്ച ഉടനെ ഇയാൾ എന്തോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ബോഡി എടുത്ത് അവരുടെ തന്നെ അടുത്തൊരു കിണറ്റിൽ കൊണ്ടിടുന്നത്. പക്ഷേ ഈ വെള്ളം വറ്റുന്ന സമയത്ത് അവിടുത്തെ ജനങ്ങളെല്ലാം അവിടെ ചേർന്നിട്ട് ഇത് വൃത്തിയാക്കി പകരം അവിടെ വൃത്തിയാക്കുന്നൊരു സമയം വന്നു. അപ്പോഴത്തേക്ക് ഇയാൾ പാതിരാത്രി വന്നിട്ട് ഈ ബോഡി അവശിഷ്ടങ്ങൾ മാക്സിമം ചാക്കിൽ വാരി കെട്ടി പുറത്ത് വേറെ നദിയിൽ കൊണ്ടങ്ങ് കളയുകയാണ് ചെയ്തത്. ആ സമയത്താണ് ഈ 3 ബോണ് അവിടുന്ന് ലഭിക്കുന്നത്. അങ്ങനെയാണ് ഈ പോലീസുകാർക്ക് ഇത് കിട്ടുന്നത്. സോ അദ്ദേഹം എങ്ങനെ ഇത് കണ്ടുപിടിച്ചു എന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞുതരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇടുപ്പല്ലിൻ്റെ ഉൾവശത്ത് ഇദ്ദേഹം നോക്കിയപ്പോൾ ചെറിയ പിറ്റ്സുകൾ കാണപ്പെട്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടുറേഷൻ പിറ്റ്സ് എന്നാണ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ബോണിൻ്റെ ഭാഗത്ത് ചെറിയ ചെറിയ കുത്തുകൾ കണക്കുള്ള സംഭവങ്ങളാണ് പിറ്റ്സ് കണക്ക്. സോ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തവണയെങ്കിലും ഗർഭിണിയാവുന്നവർക്ക് ഉണ്ടാവുന്നതാണ്. പിന്നെ അദ്ദേഹം നോക്കിയപ്പോൾ നമ്മൾ ഈ ഇടുപ്പല്ലിൻ്റെ ഭാഗമാണ് കിട്ടുന്നത്. സോ അവിടുത്തെ മറ്റേ ഇടുപ്പല്ലെന്ന് പറഞ്ഞ സാധനം ഇടതിനേക്കാളും വലുതായിരുന്നു വലത് തുടയെല്ലും ഇടുപ്പെല്ലും ചേരുന്ന സന്ധി. സോ ഇടത് കാലിന് നീളം കുറവുള്ളവർക്കാണ് അങ്ങനെ സംഭവിക്കുന്നത്. സോ അപ്പം ഈ ലക്ഷണങ്ങൾ കണ്ടതിനാലാണ് ഈ യുവതിക്ക് മുടന്തുണ്ടെന്ന് സാർ ഊഹിക്കുന്നത്. സോ ചെറിയ കുട്ടിക്കാല സമയത്ത് ഈ പോളിയോ വരുന്ന രോഗികൾക്കാണ് ശരിക്കും ഇങ്ങനെയുള്ള ഈ കാലിൻ്റെ ഈ പ്രശ്നം ഉണ്ടാകുന്നത്. പിന്നെ എല്ലിൻ്റെ ഉൾഭാഗത്ത് ചെറിയ വെടിയുണ്ടകൾ തറച്ച് കിട്ടിയിരുന്നു. സോ ഇടുപ്പല്ലിൻ്റെ വേറൊരു ഭാഗത്ത് വെടിയുണ്ട കൊണ്ട് എല്ലിൻ്റെ ഒരു കഷണം അടർന്നു പോയിരുന്നു. മറ്റൊരു ഭാഗത്ത് വെടിയുണ്ട കൊണ്ട് ഒരു ചാനലും ഉണ്ടായിരുന്നു. അവിടെ എല്ലിൽ പഴുപ്പ് ബാധിച്ചതിൻ്റെ ലക്ഷണവും ഉണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് സാറ് പറഞ്ഞ പഴുപ്പ് വന്നിരുന്നു മരിച്ചത്. സോ വെടിയുണ്ടകൾ നാടൻ തോക്കിൽ ഉപയോഗിക്കുന്നവയായിരുന്നു. വെടിയുണ്ടകൾ തമ്മിലുള്ള അകലം എന്ന് വെച്ചാൽ ഡിസ്പേർഷൻ എന്ന് പറയുന്ന സംഭവമാണ്. സോ വെടിവെച്ചതും അതിൻ്റെ ഒരു അകലവും നമുക്ക് അത് വെച്ച് കണക്കാക്കി എടുക്കാൻ പറ്റും.
പിന്നെ ഇടുപ്പല്ലിൻ്റെ ആ ഭാഗത്ത് എന്ന് വെച്ചാൽ വെടിയുണ്ടകൾ തറച്ച ദിശ എന്ന് വെച്ചാൽ ഒരു പാത്വേ ഉണ്ടല്ലോ നമ്മൾ നോക്കുമ്പോൾ, അത് വെച്ചിട്ടാണ് സ്ത്രീ നിൽക്കുമ്പോഴാണ് വെടിവെക്കുന്നതും എന്ന് മനസ്സിലാക്കിയത്. പിന്നെ പഴുപ്പിൻ്റെ ഭാഗം മൈക്രോസ്കോപ്പ് വെച്ച് നോക്കുന്ന സമയത്ത് ഒരാഴ്ചയിലെ വ്യത്യാസം, ചില ഒരു ദിവസം ഉണ്ടാകുന്നതല്ല, പിറ്റേ ദിവസം അവിടുത്തെ പഴുപ്പിൻ്റെ ഘടന എല്ലാം വ്യത്യാസമായിരിക്കും ആ സമയത്ത്. അതായത് വെടിയേറ്റ ശേഷം ഒരാഴ്ചയോടെ അവർ ജീവിച്ചിരുന്നു എന്നർത്ഥം. സോ പിന്നീട് ഞാൻ ഇതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഒരു കഥ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറൻസിക് മെഡിസിനിൽ താല്പര്യം ജനിപ്പിക്കാനും പിന്നെ ഈ ശാസ്ത്രശാഖയെ അനന്തമായ സാധ്യതയെക്കുറിച്ച് ജസ്റ്റ് മനസ്സിലാക്കി തരാൻ വേണ്ടി. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ഭയങ്കര എല്ലാവർക്കും ഭയങ്കര മോട്ടിവേഷനാണ്. ശരിക്കും ജസ്റ്റ് ഒരു 3 ബോൺ കിട്ടിയതിന് ശേഷം അതിൽ നിന്ന് അദ്ദേഹം ഒരു വലിയൊരു മിസ്റ്ററി ആയ ഒരു ക്രൈം അൺലോക്ക് ചെയ്ത് അതിൻ്റെ ഒരു മിസ്റ്ററിയിലോട്ട് പോയി അതിൻ്റെ ഒരു ട്രൂത്ത് കണ്ടുപിടിച്ചു. ശരിക്കും പറഞ്ഞാൽ ആ മരിച്ച ആൾക്ക് ശരിക്കും അയാൾക്ക് എന്ന് വെച്ചാൽ സ്വാഭാവികമാണല്ലോ, സ്വാഭാവികമായിട്ട് മരിക്കുന്ന ഒരാൾക്ക് അയാൾ എന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യമായിരിക്കും. കാരണം അയാൾ മരിച്ച ഒരു കാരണം അയാൾക്കൊരു നീതി കിട്ടുക എന്ന് പറയുന്നത്. സോ ഫോറൻസിക് മെഡിസിൻ എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു സബ്ജക്റ്റാണ്. അത് ജസ്റ്റ് അതിലൊരു കഥ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ.